ഡീസൽ വിലയിൽ വർധനവില്ലാത്ത ഏക രാജ്യം ഇന്ത്യയാണെന്ന് വ്യക്തമാക്കുകയാണ് അമിത്ഷാ. അസം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDA സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും കൂടുതൽ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പെട്രോൾ വിലയും ഇന്ത്യയിലെ വിലയും തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. DMKയും കോൺഗ്രസും 5 സീറ്റുകളിൽ പരസ്പരം മത്സരിക്കുന്നു. 2 ദിവസം മുൻപ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഗൾഫ് യുദ്ധം കാരണം ഇന്ത്യയിൽ പെട്രോൾ വില വർദ്ധിച്ചുവെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പെട്രോൾ വില 458 രൂപയായും ഡീസൽ വില 520 രൂപയായും ഉയർന്നു. പക്ഷേ ആ വില വർദ്ധിച്ചത് ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലാണ്. ഇവിടെ മണ്ണാടിപ്പേട്ട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് ഷാ പറഞ്ഞത്. ഇന്ത്യ ബ്ലോക്കിലെ ഉൾപോരുകൾ അവകാശപ്പെടുമ്പോൾ തന്നെ NDA ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം വാദിച്ചു. ഒരു വശത്ത് ഞങ്ങൾ ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, മറുവശത്ത് ഇന്ത്യ സഖ്യ പങ്കാളികൾ സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ പരസ്പരം പോരടിക്കുന്നു. CPIയും CPIMും ഇതിനകം തന്നെ ഇന്ത്യ സഖ്യം വിട്ടുപോയെന്നും ഷാ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന വാനുകൾക്കുള്ള ധനസഹായം 8,000 രൂപയിൽ നിന്നും 12,000 രൂപയായി ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധന വാനുകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം 8,000 രൂപയിൽ നിന്നും 12,000 രൂപയായി വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. PM കിസാൻ സഹായം 6,000 രൂപയിൽ നിന്നും 9,000 രൂപയായി വർദ്ധിപ്പിക്കും. പുതുച്ചേരി സർക്കാർ എല്ലാ സ്ത്രീ കർഷകർക്കും ഒരു കറവപ്പശുവിനെയും 2 ആടിനെയും നൽകും. പുതുച്ചേരിയുടെ വികസനത്തിനായി ഞങ്ങൾ നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. മറുവശത്ത് പാകിസ്ഥാനിലെ പെട്രോളിന്റെ വിലയും ഇന്ത്യയുടെ വിലയും തമ്മിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന രാഹുൽ ഗാന്ധിയുണ്ട്. ഒരിക്കൽ കൂടി ഒരു NDA സർക്കാരിനെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വന്നിരിക്കുന്നു. പുതുച്ചേരിയിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ്, മെയ് 4 വോട്ടെണ്ണൽ. കേന്ദ്രഭരണ പ്രദേശത്തെ 30 അംഗ നിയമസഭയുടെ നിലവിലെ കാലാവധി ജൂൺ 15 അവസാനിക്കും. 2021 പുതുച്ചേരി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളുമായി AINRC ഏറ്റവും വലിയ പാർട്ടിയായി ഉയർന്നു വന്നു. തുടർന്ന് 6 സീറ്റുകളുമായി DMK 2ാം സ്ഥാനത്തും. BJPയും കോൺഗ്രസും 6 സീറ്റുകൾ വീതം നേടി. 84.8% പോളിംഗ് രേഖപ്പെടുത്തി. 2016 തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് 15 സീറ്റുകളുമായി ഭൂരിപക്ഷം നേടിയപ്പോൾ AINRC 8 സീറ്റുകൾ നേടി. AINDMK 4 സീറ്റുകൾ നേടി. DMK 2 സീറ്റുകൾ നേടി. 83.6% വോട്ടർമാരാണ് വോട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.